വസിക്കുകയും കർത്താവ് നമ്മുടെ ഇടയിൽ ഇമ്മാനുവേലായി ജീവിക്കുകയും കർത്താവ് നമ്മെ സ്വന്തമാക്കുകയും ചെയ്യുന്നതിൻ്റെ വലിപ്പം, അതിൻ്റെ മഹത്വം, അതിൻ്റെ വലിയ അനുഗ്രഹം നാം വിശ്വാസത്തോടെ ബോധ്യപ്പെടേണ്ടുന്ന നാളുകളിലാണ്. നാം ഇന്ന് വിശുദ്ധ മാമോദീസായെ സംബന്ധിക്കുമ്പോൾ നമുക്ക് ഈ പ്രിയപ്പെട്ട മകൻ റയൻ കർത്താവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ഗണത്തിലെ മകനായി സ്വർഗം സ്വീകരിക്കുകയും തിരുസഭയിലൂടെ മാമോദീസ എന്ന കുദാശയിലൂടെ ഓരോ അഭിഷേകത്തിലൂടെ ഈ മകനെ റയാനെ ദൈവത്തിനുമുമ്പാകെ നമ്മൾ സമർപ്പിക്കുകയും നമ്മൾ തനിയെ തിരഞ്ഞെടുക്കുന്ന അനേകം കാര്യങ്ങളുണ്ട്. നമുക്ക് വന്നു ചേരുന്ന നല്ല അനുഗ്രഹങ്ങളുണ്ട്. മറ്റുള്ളവർ നമ്മെ അതിലേക്ക് ആനയിക്കുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്. എന്നാൽ ദൈവം സ്വീകരിക്കുന്ന അവിടുത്തെ കരുണ ഒന്നുകൊണ്ട് മാത്രം, മറ്റാരുടെയും ശുപാർശയിലല്ല, മറ്റാരുടെയും മാനദണ്ഡത്തിലല്ല, മറ്റാരുടെയും ബലത്തിലല്ല, തൻ്റെ വാത്സല്യം കൊണ്ട് മാത്രം ദൈവം സ്വീകരിക്കുന്ന അനുഭവത്തിൽ വരിക എന്നത് അത് എന്നേക്കുമായുള്ള ഒരു അടയാളമാണ്. മാമോദീസായുടെ ഉദാശ എന്നുകൊണ്ട് നമുക്കറിയാം, അദൃശ്യനായ ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ ദൃശ്യമായ നമുക്ക് കണ്ടാൽ മനസ്സിലാകുന്ന അടയാളത്തിലൂടെ നമ്മിലേക്ക് വരുന്നതാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ നിത്യജീവനായി റയൻ മാമോദീസ മുക്തപ്പെടുന്നു എന്ന് പറയുമ്പോൾ ദൈവം ഈ മകനെ സ്വന്തമാക്കുകയാണ്. സ്വന്തം എന്ന് ദൈവ തിരുസഭയിലുള്ള ലോകത്തെ അറിയിക്കുകയും ഇതിനേക്കാൾ വലിയ ഒരു അംഗീകാര ഭാഗ്യം നമുക്ക് ലഭിക്കാനില്ല. റയൻ അപ്രകാരം ദൈവത്തിൻ്റെ ഒരു പൈതലായി തിരുസഭയിലൂടെ സ്വീകരിക്കപ്പെടുന്ന വിശുദ്ധ കുദാശയിലാണ് നമ്മൾ സംബന്ധിക്കുക. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ലോകത്തിലാണ് എങ്കിലും ലോകത്തിൻ്റെത് അല്ല. ഇനിമേൽ ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് വിളിക്കുകയില്ല. ദാസൻ ഒരു പരിമിതിയിലാണ്. യജമാനൻ എന്ത് ചെയ്യുന്നു എന്ന് അതിൻ്റെ ഉള്ള അർത്ഥം ദാസന് മനസ്സിലാവുകയില്ല. ഞാൻ നിങ്ങളെ സ്നേഹിതന്മാർ എന്നാണ് വിളിക്കുക. സ്നേഹിതന്മാർക്ക് യജമാനന്റെ തങ്ങളുടെ ബന്ധമുള്ള ഈ ആളിന്റെ മനസ്സ് അറിയാൻ കഴിയും. ദൈവത്തിന്റെ മനസ്സ് അറിയാൻ കഴിയുന്ന ആൾക്കാണ് ദൈവ മനസ്സിനോട് ചേരുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവർക്കാണ്. ഈ മകൻ പൂർണ്ണ പ്രായത്തിലെത്തി ദൈവത്തിന്റെ മഹത്വത്തിൽ പങ്കുകാരാകുന്നതിന് ദൈവം കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ്, ദൈവത്തിന്റെ പൂർണ്ണമായ തെരഞ്ഞെടുപ്പാണ്. ഈ ലോകവും ലോകത്തിലെ ആകർഷണീയമായ മറ്റ് യാഥാർത്ഥ്യങ്ങളും ലോകത്തിൽ ആകർഷണം നൽകുന്ന അനേകരും ഈ മകനെ ചേർത്ത് പിടിക്കാൻ പരിശ്രമിക്കുന്നു. അത് കുറെ നിമിഷങ്ങളിലേക്കുള്ള ഒരു സന്തോഷത്തിന്റെ പേരിലാണ്. എന്നാൽ വിട്ടുകളയാതെ ഏതൊരവസ്ഥയിലും ചേർത്ത് നിർത്തുന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് ദൈവമാണ്. അത് പൂർണ്ണമായി നമുക്ക് വിശ്വാസത്തോടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ദൈവം ഏറ്റവും കാരുണ്യത്തിൽ സൃഷ്ടിച്ചത് മനുഷ്യനെയാണ്. എല്ലാ സൃഷ്ടിച്ചിട്ട് അവസാനം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് സൃഷ്ടിയുടെ മകുടമായി അവനെ നിയോഗിച്ചിട്ട് ഇതെല്ലാം അനുഭവിച്ചുകൊള്ളുക എന്ന് പറയുന്നു. വലിയ സ്നേഹം കാണിച്ച മനുഷ്യനാണ് ദൈവത്തിൽ നിന്ന് അകന്ന് പോയത്. എങ്കിലും അവിടുന്ന് ഈ സ്നേഹത്തിന് കുറവ് വരുത്താതെ അവന്റെ പക്കലേക്ക് മനുഷ്യരൂപത്തിൽ ഇറങ്ങി വന്ന് അവനെ സ്വന്തം മടിയിലേക്ക് കൂട്ടിച്ചേർക്കുന്നു. നമുക്ക് നമ്മുടെ സ്ഥിരമായി ചൊല്ലുന്ന പ്രാർത്ഥനയുണ്ട്. മരിച്ചു പോയവരുടെ പ്രാർത്ഥനയിൽ പറയുന്ന അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും മടിയിൽ നീ ഇവരെ പ്രാർത്ഥിക്കണം.
അങ്ങനെ പറയാൻ നമുക്ക് എന്താണ് ഒരു അവകാശം? അങ്ങനെ പറയാൻ നമുക്ക് എന്താണ് യോഗ്യത? യോഗ്യത ഒന്നേ ഉള്ളൂ, അങ്ങനെ വിളിക്കാൻ നമ്മളെ പഠിപ്പിച്ചത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ദൈവപിതാവിന്റെ ആ ബന്ധം നമുക്ക് തന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ വിളിച്ച് ഞങ്ങളുടെ ഈ ഏറ്റവും പ്രിയപ്പെട്ടവരെ മറ്റൊരിടത്തേക്കല്ല, അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും മടിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു എന്ന് അവിടെ സ്വീകരിക്കണം. ദൈവത്തിന് ഇഷ്ടപ്പെട്ട 3 പിതാക്കന്മാരുടെ പേരുകൾ പറഞ്ഞ് അവരുടെ മടിത്തട്ടിലേക്ക് നീ ഞങ്ങളെ ഈ പ്രിയപ്പെട്ടവരെ ഇരുത്തണം എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് അവരുടെ സ്നേഹമാണ്. ഈ മകൻ പറയാൻ ദൈവത്തിന്റെ മഹത്വം പൂർണ്ണമായി അനുഭവിക്കുന്നതിന് ഇടയാകണമെങ്കിൽ ലോകത്തിൽ ഈ മകനെ ആകർഷിച്ച് സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്ന, അടിമയാക്കുവാൻ ആഗ്രഹിക്കുന്ന, ദൈവത്തിൽ നിന്ന് ഇവരെ വേർപെടുത്തുവാൻ ആഗ്രഹിക്കുന്നതിനോടെല്ലാം നമുക്കൊരു അകലം പാലിക്കേണ്ടതുണ്ട്. ദൈവത്തോട് ചേർത്ത് നിർത്തുവാൻ ഈ മകനെ നിരന്തരമായി സംരക്ഷിക്കേണ്ടത് ഉണ്ട്. ഓരോരുത്തർക്കും ഓരോ കാവൽമാരാകുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ആ മാലാഖ നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ്. ആ വലിയ ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുക. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, പലതവണ പ്രിയപ്പെട്ട നമ്മുടെ ജോൺസൺ ചെറിയാൻ, അപ്പോൾ ഇത് നമുക്ക് ഉത്തരവാദിത്വം പലതരത്തിലാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ഈ മകന്റെ ഇടത്തെ കൈയും വലത്തെ കൈയും പിടിച്ചുകൊണ്ട് പ്രതിജ്ഞ ചെയ്യും. അതായത് പിശാചിന്റെ എല്ലാ തന്ത്രങ്ങളെയും ഞാൻ ഉപേക്ഷിക്കുന്നു. ദൈവത്തിന്റെ കരം പിടിച്ച് പറയുന്നു, ഞാൻ ദൈവത്തിന് ഇഷ്ടപ്പെട്ടവരുമായി ചേർന്ന് ജീവിക്കാൻ പ്രതിജ്ഞ ചെയ്യുന്നു. നമ്മൾ ആരെങ്കിലും മറ്റൊരാളുടെ പേര് പറഞ്ഞ് പ്രതിജ്ഞ ചെയ്യാറുണ്ടോ? ഇല്ലല്ലോ. നമ്മുടെ പേര് പറഞ്ഞല്ല ചെയ്യുക. എന്തിനാണ് ഈ മകന്റെ പേര് പറയുന്നത്? റയൻ ആയ ഞാൻ എന്ന് ജോൺസൺ ചെറിയാൻ പറയുന്നതിന്റെ ലോജിക്കില്ല. അതിന് ന്യായം എന്താണ്? റയന്റെ പേര് പറഞ്ഞ് ഇത് പ്രതിജ്ഞ ചെല്ലാനുള്ള പ്രായവും അറിവുമായിട്ടില്ല. ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഈ മകന് വേണ്ടി പലതൊട്ട് ജോൺസൺ ചെറിയാൻ പറയും, റയൻ ആയ ഞാൻ. ഈ വഴിയിൽ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ജോൺസൺ ചെറിയാൻ പറയുകയാണ്, എൻ്റെ പേരിൽ ഒരു റയൻ എന്ന് പറഞ്ഞ് നമ്മൾ വിശ്വസിച്ചു ഇല്ല. ദൈവസമക്ഷം തിരുസഭയിൽ പറയുന്ന പ്രതിജ്ഞയാണ് റയൻ ആയ ഞാൻ. ഈ മകനൊരു പ്രതിജ്ഞ ചെയ്തതിന് മുമ്പാകെ എടുക്കുകയാണ്. എന്ന് വെച്ചാൽ പൂർണ്ണമായ വിശ്വാസത്തിൽ, ദൈവഭയത്തിൽ, ദൈവബന്ധത്തിൽ ഈ മകനെ വളർത്തിക്കൊള്ളാം എന്നുള്ള പ്രതിജ്ഞയാണ്. അതിൻ്റെ മാതാപിതാക്കൾ ബർത്ത്ഡേക്ക് സമ്മാനമൊക്കെ ഈ മകനെ വാങ്ങി കൊടുക്കും. ഓരോ വർഷവും പെരുന്നാളിന് കൊടുക്കും, ആവശ്യമുള്ള ഡ്രസ്സ് വാങ്ങി കൊടുക്കും, എന്ത് ഭക്ഷണം ഇഷ്ടമുള്ളതെന്ന് കൊടുക്കും. കലകട്ടത്തിന്റെ ജോലി ഇതെല്ലാം രണ്ടാമത് വാങ്ങിച്ചു കൊടുക്കുന്നതല്ല. ഈ സമ്മാനമൊക്കെ ഇരട്ടിയായിട്ട് കൊടുക്കുന്നതുമല്ല. സമ്മാനം കൊടുത്തു, എനിക്ക് വിരോധമില്ല. പക്ഷേ കൊടുക്കേണ്ടുന്ന പ്രധാന കാര്യം അവരുടെ ചെവിയും അവരുടെ മുഖത്തും അവരുടെ ശിരസിലുമൊക്കെ നമ്മൾ ചേർത്ത് പിടിച്ച് പറയണം, എൻ്റെ ദൈവത്തെ എപ്പോഴും ഓർക്കണം. അവരുടെ അപ്പൻ്റെ ജോലി അതാണ്. അവരുടെ ശരീരത്തിൽ ചോദിക്കണം, അവനെ ദൈവം പ്രാർത്ഥിച്ചോ, നീ ദൈവത്തിൻ്റെ വചനം വായിച്ചോ, ഇത് ചോദിക്കാനുള്ള തലമുറ. ചില വീട്ടിലെ ജോൺസൺ ചെയ്യാൻ ഞാനിവിടെ ഉദ്ദേശിച്ചില്ല. ഞാൻ എഴുതി പോകാൻ പോകുന്നതാണ്. വാതിലൊക്കെ അവതരിപ്പിക്കുകയാണ്, ഫോളോ ചെയ്യണം. പലപ്പോഴും നമുക്കിതിൻ്റെ അർത്ഥം, ഇതിൻ്റെ ഉദ്ദേശം നമുക്ക് മനസ്സിലായിട്ടില്ല. ഒരാളെ നിർത്തുക എന്നുള്ളതല്ല. ദൈവബന്ധത്തെക്കുറിച്ച്, സത്യവിശ്വാസത്തെക്കുറിച്ച്, ദൈവം നമ്മുടെ ഇടയിൽ മനുഷ്യനായി വന്നതിൻ്റെ ബന്ധത്തെക്കുറിച്ച് പറയാൻ ഈ മർദ്ദവ കഴിഞ്ഞാൽ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ടയാള് കലർന്നാണ്. ഈ മകളെ സംബന്ധിച്ച് ജോൺസൺ തരികയാണ്. ആ ഉത്തരവാദിത്തം പൂർണ്ണമായി നിറവേറ്റാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ഏതൊരവസരത്തിൽ
ചെവിയിൽ മന്ത്രിക്കാൻ ഉള്ള സ്വാതന്ത്ര്യം ഉപയോഗിച്ചോളാം. നമ്മൾ എത്ര പ്രായമാകുമ്പോഴും പറയാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടിട്ടുള്ള നിന്റെ ദൈവത്തെ കുറിച്ച് കാണാൻ. ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട് അപ്പന്മാരും അമ്മമാരും ഇത് അവരെ വിളിച്ച് അവരുടെ നെറുകയിൽ ചുമന്നിട്ട് തെരുവിൽ എല്ലാവരും കൊടുത്ത് എന്തുകൊണ്ടെന്ന് വിളിക്കുന്നതിനോട് ചൊല്ലി പറയുന്നത് എന്നോട് സ്ഥലം പറയുന്നതാണ്. നീ ദൈവത്തെ ഓർത്ത് നടന്നോളൂ, നീ പ്രാർത്ഥിച്ചിട്ട് എടുത്ത് പോകാവൂ. നിരന്തരമായി ഓർമ്മപ്പെടുത്തുന്ന അങ്ങനെയുള്ള അറിവും ആത്മാക്കളും ലോകത്ത് ജീവിച്ചിട്ടുണ്ടെന്നുള്ള ഓർമ്മ. അതുകൊണ്ടാണ് ലോകം നിലനിൽക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള ബന്ധം കേട്ടുകൊണ്ടാണ് പറയാൻ ദൈവം അനുഗ്രഹിക്കട്ടെ.